Manjus Foodies ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈൽ നാൻ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഓവനും തന്തൂറും ഒന്നുമില്ലാതെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുക എന്നതാണ്. ഞാൻ ഇന്ന് ഇവിടെ 3 ടൈപ്സ് ഓഫ് നാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. പ്ലെയിൻ നാൻ, ഗാർലിക് നാൻ, ദെൻ ബട്ടർ നാൻ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക, ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന്. ആദ്യം നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, 200 ഗ്രാമിൻ്റെ 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ പാകത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്നത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ 1/2 കപ്പ് വെള്ളം, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തൈരൊക്കെ എടുക്കുമ്പോൾ കട്ടി കുറവുള്ള തൈരാണ്, കുറച്ച് ലൂസുള്ള ടൈപ്പാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ചപ്പാത്തി മാവിനേക്കാൾ അല്പം കൂടി ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്ന ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് നല്ലതുപോലെ കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അല്ലാതെ കയ്യിൽ ഒട്ടുകയാണ് തോന്നുകയാണെങ്കിൽ അല്പം ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലതുപോലെ 10 മിനിറ്റ് നേരം ഞാനിത് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അടച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയ്ക്കും പകരം ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതായിട്ട് വരും. ഈസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുള്ള ഈ ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി 2-3 മിനിറ്റ് നേരം കുഴച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഒരു ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ഈക്വൽ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ടോട്ടൽ 8 നാൻ ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോ പീസും നമുക്ക് നല്ലതുപോലെ ബോൾ ഷേപ്പാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം മുഴുവൻ ബോളും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇത് ഓരോ ബോളും നമുക്ക് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പലകയുടെ മുകളിലേക്ക് അല്പം മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു ഓവൽ ഷേപ്പിൽ അങ്ങ് പരത്തിയെടുക്കുകയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഏതാണ്ട് ആ ഒരു ഷേപ്പിലാണല്ലോ കിട്ടാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ സ്ക്വയറോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഒരു സൈഡ് ഇതുപോലെ പരത്തി ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക, അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഈ പരത്തി എടുത്തിട്ടുള്ള നാൻ നമുക്ക് ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായി കിടക്കുന്ന പാനിലേക്ക് വേണം നാൻ വെച്ച് കൊടുക്കാൻ. അതിന് മുന്നായിട്ട് നാൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നല്ലതുപോലെ വെള്ളം ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളമാക്കിയ ഭാഗം പാനിൽ ടച്ച് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ബബിൾസ് വരും. ബബിൾസ് വരാൻ തുടങ്ങിയ സമയത്ത് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് നമ്മൾ വെള്ളമാക്കിയ ഭാഗത്ത് ഒട്ടും ബബിൾസില്ല, ഇതുപോലെ കിട്ടണം നമുക്ക് നാൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ സൈഡും നല്ലതുപോലെ കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് മീഡിയം ഫ്ലെയിമിൽ 1 to 2 മിനിറ്റ് വരെ നമുക്കത് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ട് വരും. സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ചുട്ടെടുക്കണം. ഇപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ മെത്തേഡിൽ തന്നെയാണ് പ്ലെയിൻ നാനും ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നല്ല പരത്തിയെടുക്കാം. അതിന് ശേഷം ഒരു സൈഡിൽ വെള്ളമാക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നല്ലതുപോലെ കുക്കായി വരുന്നവരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം.
ചിലവരൊക്കെ പ്ലെയിൻ നാൻ ചെയ്യുമ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് പരത്തും, പിന്നെ അത് ഫോൾഡ് ചെയ്യും സ്ക്വയർ ഷേപ്പിൽ, വീണ്ടും പരത്തും, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഈ നാനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ബട്ടറൊന്നും നമ്മൾ തേച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ നാൻ. ഇനി ചെയ്യാൻ പോകുന്നത് ഗാർലിക് ബട്ടർ നാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. പരത്തിൽ കഴിയാൻ നേരത്തെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അല്പം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കുറച്ച് മല്ലിയുടെ ഇലയും ചോപ്പ് ചെയ്ത് ചേർത്തിട്ട് ഇത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് സെയിം മെത്തേഡിൽ ഒരു സൈഡിൽ വെള്ളാക്കിയ ഭാഗം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കണം. ഞാൻ ഉണ്ടാക്കാൻ ചെയ്യുന്ന മെത്തേഡെല്ലാം സെയിം ആണ്. അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഇതും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ഗാർലിക് ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 3 ടൈപ്പ് നാനും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ.